ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഇന്നലെ എല്ലാവരും എൻ്റെ കൂടെ യോഗ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തരുന്ന ആ ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്കും പോസിറ്റീവ് എനർജി ആയിട്ട് കിട്ടുന്നത്. എനിക്കൊരു ലൈക്കിനോ ഷെയറിനോ വേണ്ടിയല്ല ഇത് ഞാൻ ചെയ്യുന്നത്. ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു ഡിപ്രസ്സായിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്നെപ്പോലെ ഒത്തിരി വ്യക്തികൾ ഈ ഭൂമിയിൽ കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്കൂടെ ഒരു പ്രയോജനമാകട്ടെ, എനിക്കും ഒരു പ്രയോജനമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പം ഞാൻ ഇത് ഇങ്ങനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, നാളെ ഒരു പോസ്റ്റ് ഇടണമല്ലോ, അല്ലെങ്കിൽ നാളത്തെ ഒരു ക്ലാസ് ഇടണമല്ലോ എന്നുള്ളൊരു തിങ്കിങ് എനിക്കുണ്ടാവും. അപ്പോൾ ഞാനൂടെ ഇത് ചെയ്യാൻ എനിക്കൂടെ ഒരു എനർജി ഉണ്ടാവും, ഒരാഗ്രഹം കാണും. അതുകൊണ്ടാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്തത്. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. കുറച്ച് പേര് ഇന്നലെ അത് യോഗ കണ്ടു, ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ചെയ്യണം, നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പം ഇന്ന് നമ്മൾ അതേ രീതി തന്നെ ചെയ്യുകയാണ്. രാവിലെ എണ്ണീറ്റ് നിങ്ങളെല്ലാവരും ഫ്രഷപ്പൊക്കെ ആയിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നൊരു ഐ ലവ് യു പറഞ്ഞോ നിങ്ങൾക്ക് വേണ്ടി? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുവാണോ? സന്തോഷമാണോ? ഹാപ്പിയാണോ? ആർ യു ഹാപ്പി? ഓക്കെ. അപ്പം എല്ലാവരും പിന്നെ നിങ്ങളുടെ ഫ്രഷപ്പായി തലമുടിയൊക്കെ ചീവി ഒന്ന് സുന്ദരിയായി കണ്ണാടി പോയി ഐ ലവ് യു പറയണേ, ഇന്നും പറയണേ. അപ്പം ഞാനിപ്പം എൻ്റെ വീഡിയോ ആണ് കാണുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ ഐ ലവ് യു പറയുന്നു കേട്ടോ. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു സോ മച്ച്, ഐ ലവ് യു, ഐ ആം വെരി ഹാപ്പി, ഐ ലവ് യു. അപ്പം നമ്മൾ ഹാപ്പി ഇല്ലെങ്കിൽ നമ്മൾ ഹാപ്പിയാണെന്ന് അങ്ങ് പറയണം. ഹാപ്പി ഉണ്ടെന്ന് ഐ ആം ഹാപ്പി, ഐ ആം ലവ് യു, ഐ ആം ബ്യൂട്ടിഫുൾ എന്ന്, ഞാൻ നല്ലതാണ്, ഞാൻ സുന്ദരിയാണ്, ഞാൻ നല്ലവനാണ്, ഞാൻ സുന്ദരനാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് നമ്മുടെ മനസ്സിലുണ്ടാവും. ഓക്കെ. അപ്പം നമ്മളെ തന്നെ അങ്ങ് പുകഴ്ത്തണം. നമ്മളെ തന്നെ അങ്ങ് പുകഴ്ത്തണം. എല്ലാവരും പറയും നമ്മൾ നമ്മളെ തന്നെ പുകഴ്ത്തണം. നമ്മൾ സ്വയം പുകഴ്ത്തണം. മറ്റുള്ളവരിക്കും നമ്മൾ പുകഴ്ത്തണമല്ല, നമ്മളെ തന്നെ അങ്ങ് പുകഴ്ത്തണം. നമ്മൾ നല്ലതാണ്. പിന്നെ നമുക്കിന്ന് ഒരു പ്രഭാതം കാണാൻ തന്ന ദൈവത്തിന് നന്ദി പറയുക. എത്രയോ പേര് ഈ ഭൂമിയിൽ പ്രഭാതം കാണാതെ വിട്ടുപോയി. പ്രഭാതം തന്നതിന് വേണ്ടി നന്ദി പറയുക ദൈവത്തിനോട്. അതുകൊണ്ട് ഈ രോഗവും ദുഃഖവും മരണമൊക്കെ ഏതാണ്ട് നമ്മുടെ പടിവാതിക്ക് വന്നിരിക്കുക. നമ്മളൊന്ന് ക്ഷീണിച്ചാൽ മതി, പെട്ടെന്ന് ഇത് കയറി വരും കേട്ടോ. ചിലപ്പോൾ ഒരു യാത്ര പോലും ആരോടും ചോദിക്കാതെ പോവും. നമ്മുടെ കൂടപ്പുറപ്പുകളോടോ, നമ്മുടെ ഭർത്താക്കന്മാരോടോ, നമ്മുടെ മക്കളോടോ ഒക്കെ ഒന്ന് ചോദിക്കാൻ പറ്റാത്ത ഒരു യാത്ര, ഒന്ന് വിളിക്കാൻ പോലും പറ്റാതെ നമ്മൾ പോകേണ്ട അവസ്ഥ വരും. ഇന്ന് നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി വൈകിട്ട് തിരിച്ചു വരുമെന്ന് പോലും നമുക്കൊരു പ്രതീക്ഷയില്ലാത്ത ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നു. നെഗറ്റീവ് എനർജി അടിക്കുമല്ല, ഇതെല്ലാം തിങ്ക് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഓരോ പ്രഭാതവും നമ്മൾ കൈകാര്യം ചെയ്യാൻ. ഓരോ നിമിഷവും, ഓരോ മൂമെൻറ്റും, ഓരോ സെക്കൻഡും നമുക്ക് അടുത്ത നിമിഷം എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല ഈ ഭൂമിയിൽ. പിന്നെ ആഗ്രഹങ്ങൾ വേണം. അബ്ദുൽ കലാം പറയുന്ന പോലെ സ്വപ്നങ്ങൾ ഉറങ്ങുമ്പോഴുള്ള സ്വപ്നങ്ങളല്ല, എപ്പോഴും നമ്മുടെ മനസ്സിൽ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. നാളെ ചെയ്യേണ്ട കാര്യം നമ്മൾ ഇന്നേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും സന്തോഷമായിരിക്കും. അത് അടുത്ത നിമിഷം ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര ഇപ്പോൾ പേടിയാണ്, അടുത്ത നിമിഷം ഉണ്ടോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത്, ഈ രാത്രിയിലൊക്കെ ഞാൻ ഒന്നാമത് ഉറക്കക്കുറവുണ്ട്. പിന്നെ ആ സമയത്ത് ഞാനിങ്ങനെ സ്മൂളി പാട്ടൊക്കെ പാടും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം വെച്ചാൽ അടുത്ത നിമിഷം നാളെ നമ്മൾ എണ്ണീറ്റാൽ എന്നാ ചെയ്യും? ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ അങ്ങ് യാത്ര പോകണമെങ്കിൽ യാത്ര പോകണം നമ്മൾ കേട്ടോ. ഏതെങ്കിലും ഡ്രസ്സിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഡ്രസ്സൊക്കെ ഇടണം. അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ചെയ്യാനില്ല, ഏതെങ്കിലും ഫുഡ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നവർക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പം ഇന്ന് നമ്മൾ പ്രാർത്ഥനയോട് കൂടെ തന്നെ തുടങ്ങാം. ഒക്കെ അവനവൻ്റെ ഒരു മിനിറ്റ് അവനവൻ വിശ്വസിക്കുന്ന ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്ന് തന്ന പ്രഭാതത്തിന് വേണ്ടിയും ഇന്ന് നമ്മളെ നടത്തിയ ഈ നിമിഷം വരെ, ഈ മൊമെൻ്റ് വരെ നടത്തിയ ദൈവത്തിന് വേണ്ടിയും നന്ദി പറഞ്ഞ് നമുക്കൊരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് തന്ന പ്രഭാതത്തിന് നന്ദി, ഇനിയുള്ള ഓരോ നിമിഷങ്ങൾക്ക് നന്ദി ഈശോയെ. ഞങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും, ഞങ്ങളുടെ ആപത്തിലും അനർത്ഥത്തിലും എല്ലാം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായി നന്ദി.
സന്തോഷം വരുമ്പോൾ മാത്രമല്ല ദൈവത്തെ, ദുഃഖങ്ങൾ വരുമ്പോൾ മാത്രമല്ല ദൈവത്തെ അറിയേണ്ടത്, സന്തോഷം വരുമ്പോഴും ദൈവത്തോട് പങ്കിടണം. ഇത് രണ്ടും സംസ്കൃതമാണ് ജീവിതം എന്ന് പറയുന്നത്. ഓക്കെ, ദുഃഖവും സങ്കടവും താഴ്ചയും ഉയർച്ചയൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതിനെ എല്ലാ സമയത്തും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് എനർജിയോട് കണ്ട് നമ്മൾ പരാതി കൂടാതെ, പരിഭവം കൂടാതെ, നമ്മൾ മനുഷ്യരാണ്, പരാതിയും പരിഭവം ഒക്കെ പറയും. എങ്കിലും നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകുവാനുള്ള എനർജി ദൈവമേ തരണമേ, ഈ പ്രകൃതിയോട് ചോദിക്കുക. മുമ്പോട്ട് പോകാനുള്ള എനർജിയും ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ്. പുതിയൊരു പ്രഭാതത്തിനായിരുന്നു. ഇപ്പം ഞാൻ പുറത്ത് നിന്നാണ് യോഗ ഇന്ന് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ പുറത്ത് നിന്ന് ചെയ്താൽ നല്ല സൂര്യൻ ഇതിപ്പോൾ ഒരു 8:45 9 മണിയാവുന്നതുകൊണ്ട് 9 o'clock ആവുന്നുണ്ട്. നമുക്ക് നല്ലൊരു ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്ന ഒരു സമയമാണ്. അന്നേരം പ്രഭാതത്തിലുള്ള ഈ സൂര്യകിരണങ്ങളും നല്ല വായു സഞ്ചാരവും കിട്ടുന്നിടത്ത് നിന്ന് യോഗ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഫേസിൻ്റെ ഒരു യോഗയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഈ ചുളികൾ, അല്ലാതെ ഫേസ് എപ്പോഴും നമുക്കൊരു സന്തോഷമായിരിക്കാനും ഫേസിന് കൊടുക്കുന്ന ഒരു എക്സർസൈസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, നാക്കിനെ നമ്മൾ വളയ്ക്കണം, നാക്ക് നീട്ടിക്കിടുക. ഈ നീട്ടിയ നാക്കിനെ നമ്മളിങ്ങനെ വളയ്ക്കണം. അപ്പം എല്ലാവർക്കും ഒന്നും വളയത്തില്ലായിരിക്കും. നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ നാവ് ഇങ്ങനെ എല്ലാം ഫ്ലെക്സിബിളാവും, എന്തിനും വഴങ്ങും. എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഇതാണ് നമ്മുടെ നാക്കിൻ്റെ ഒരു സവിശേഷത. അത് ഈ നോർത്ത് ഇന്ത്യയിൽ പോയാലും മറ്റേത് സ്റ്റേറ്റിൽ പോയാലും അവർ പറയും നിങ്ങൾക്ക് എല്ലാ ലാംഗ്വേജും പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹ ള ഴ ഷ സ ഹ അങ്ങനെയൊക്കെയുള്ള അക്ഷരങ്ങളുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പഴം എന്ന് പറയുന്നത്, അവർ പയം ഴ വരൂല, അവരുടെ നാക്ക് വഴങ്ങത്തില്ല. അപ്പോൾ നമ്മുടെ ഈ നാക്കിന് നമ്മൾ മുമ്പോട്ട് ചെയ്തിട്ട് അല്ലെ ഓം എന്ന് പറയണം. ഓം എന്ന് പറഞ്ഞിട്ട് നാക്കിനെ പുറത്തോട്ടിടുമ്പോൾ നമുക്ക് ആ നാക്ക് ഇങ്ങനെ വളയും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ്. നമ്മുടെ ഈ ഭാഗത്തെല്ലാം നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ ചെയ്താൽ പുറമേ ചെറിയ റോഡാണ്, അതിലൂടെ ഇതിലേക്കൂടെ പോകുന്നവരൊക്കെ ഇങ്ങനെ ചോദിക്കും എന്തോന്ന്. അത് നിങ്ങൾ ഓക്കെ, ഐ ആം സോറി. അപ്പോൾ നമ്മളെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നാക്കിനെ എന്താണ് ബ്രീത്ത്, ടേക്ക് എ ഡീപ് ബ്രീത്ത്, നല്ല ഉള്ളിലോട്ട് ബ്രീത്ത് എടുത്ത് വെക്കും. അപ്പം നമ്മുടെ ഈ ഭാഗങ്ങളെല്ലാം ഭയങ്കര കൂളിംഗ് എഫക്റ്റ് വരും, ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റാണ്. അപ്പോൾ നമുക്ക് എടുക്കാം, ടേക്ക് എ ഡീപ് ബ്രീത്ത്. പതുക്കെ വിടണം. എന്താ ശ്വസനം, ബ്രീത്ത് നന്നായിട്ട് എടുത്തിട്ട് ബ്രീത്തിനെ പതുക്കെ വിടണം. പെട്ടെന്ന് വാ അടയ്ക്കില്ല കേട്ടോ. അപ്പം ആദ്യമൊക്കെ ചെയ്യുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾ നോക്കണം, ഇവിടെ എല്ലാം നല്ല ഇതാണ്. നമ്മൾ ഈ ഓം എന്ന് പറയുന്ന ഒരു സൗണ്ട് ചെയ്യുമ്പോഴേ നോക്കുമ്പോൾ ഈ ടങ്ക് അകത്തോട്ട്, അതായത് മേളിൽ തണ്ണാക്കിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്യണം. അപ്പോൾ ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റാണ്. ഈ മൂളുന്ന സമയത്ത് ഈ ടങ്കിൻ്റെ ഈ തുമ്പ് മേളിൽ തണ്ണാക്കിനോട് പറ്റിയിരിക്കണം. അപ്പം ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റാണ് നമുക്ക് നമ്മുടെ വായിലും നമ്മുടെ മൗത്തിനും നമ്മുടെ ഈ കഴുത്തും കിട്ടുന്നത്. അന്നേരം ആദ്യം എന്താണ് ചെയ്യുന്നത്, ഓം പറഞ്ഞിട്ട് ഈ നാക്കിനെ പുറത്തോട്ട് വിടണം. ശ്വാസം പതുക്കെ നന്നായിട്ട് ശ്വാസം എടുത്തിട്ട് പതുക്കെ റിലീഫ് ചെയ്യണം. പതുക്കെ വിടണം. അന്നേരം ഓം
നിങ്ങൾക്ക് എത്രയും അകത്തോട്ട് ശ്വാസം വലിക്കാം അത്രയും അകത്തോട്ട് ശ്വാസം വലിച്ചിട്ട് പിന്നെന്താണ് പതുക്കെ ശ്വാസത്തെ വിടണം. അന്നേരം ഒന്നുകൂടെ ഊം. അപ്പോൾ പതുക്കെ ഒത്തിരി നാക്കിനെ പുറത്തോട്ട് വെച്ചിട്ട് നന്നായിട്ട് ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് പതുക്കെ ആ നാക്കിനെ പതുക്കെ അകത്തോട്ട് ചെറുതായിട്ട് ശ്വാസത്തെ വിട്ടു കൊടുക്കണം. ഇത് ഈ കഴുത്തിൻ്റെ ഏറ്റവും നല്ലൊരു എക്സർസൈസാണ്. കഴുത്തിന് ഉണ്ടാകുന്ന ഈ ടോൺസിസ് അങ്ങനെയുള്ള അതായത് നമ്മുടെ ബോഡിക്കകത്തെല്ലാം എന്താണ് ചെറിയ ചെറിയ വെയിൻസും കാര്യം ഇതിനെല്ലാം എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ യോഗ ചെയ്യുന്നത്. അപ്പം വൺ മോർ ടൈം. എന്നിട്ട് പതുക്കെ നാക്കിനകത്തോട്ടൊക്കെ എന്നുള്ളൊരു ഇത് കൊടുക്കണം. ഇനി വേറൊരു യോഗയെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നാക്കല്ല പല്ല് നാക്കിനെ തന്നെ ഇങ്ങനെ അതായത് നാക്കിനെ വളയ്ക്കണം. എന്നിട്ട് നാക്കിനെ ഒന്ന് കടിക്കുകയല്ല അകത്തോട്ട് നാക്കിനെ വളച്ച് അകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ ആക്കണം. എന്നിട്ടൊരു സൗണ്ട് കൊടുക്കണം. ഭയങ്കര കൂളിംഗ് എഫക്റ്റാണ് വരുന്നത്. അന്നേരം ഇങ്ങനെ നാക്കിനെ നീട്ടുക, എന്നിട്ട് അകത്തോട്ട് വളയ്ക്കുക, പറ്റുന്നത് പോലെ ചെയ്യുക. അകത്തോട്ട് വളയ്ക്കുക, എന്നിട്ട് ഒരു മൂളല് കൊടുക്കണം. നമ്മുടെ ഈ ഭാഗം എല്ലാം ഒന്ന് വേദന എടുക്കും. ഈ വേദന എടുക്കുമ്പോൾ ഈ വെയിൻസുകളെല്ലാം വലിയും. നമുക്ക് നല്ലൊരു എക്സർസൈസാണ് നമ്മുടെ ഈ ഫേസ് മസിൽസുകൾക്കെല്ലാം കിട്ടുന്നത്. പിന്നെ അടുത്തതെന്ന് ഇതൊരു 5 ടൈമെങ്കിലും നിങ്ങൾ 10 ടൈം ചെയ്താൽ ഏറ്റവും നല്ലത്. ഫസ്റ്റ് ചെയ്യുന്നവർക്ക് 5 ടൈമോ 2 ടൈമോ 3 അത് പതുക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അന്നേരം ഒന്നുകൂടെ എടുക്കാം. നാക്കിനെ നീട്ടുക, എന്നിട്ട് അകത്തോട്ട് വളയ്ക്കുക, എന്നിട്ട് ഒരു മൂളൽ പോലൊരു സൗണ്ട് കൊടുക്കുക. അല്ലെ സൗണ്ട് കൊടുത്തില്ലെങ്കിലും നമ്മൾ എരിവ് കൂറത്തില്ലേ അതുപോലെ അങ്ങനെ ചെയ്താൽ നല്ലത്. അപ്പോൾ ഇവിടെ എല്ലാം വലിയും. നമുക്ക് നാക്കിനെ എന്താണ് പുറത്തോട്ടെടുക്കുക, വളയ്ക്കുക, എന്നിട്ട് ഒരു എരിവ് സൗണ്ട് ഇങ്ങനെ എരിക്കത്തില്ലേ അതുപോലെ. അപ്പം ഇങ്ങനെയൊക്കെ വേണ്ട നമ്മുടെ ഈ ഭാഗം എല്ലാം എന്താണ് വലിയുന്നുണ്ട്. അപ്പോൾ ഈ വലിച്ചിൽ നമ്മുടെ ഈ ഭാഗത്തിനൊക്കെ നല്ലൊരു എക്സർസൈസാണ് കിട്ടുന്നത്. നമ്മുടെ ഈ കഴുത്ത് നമ്മൾ പ്രത്യേക എക്സർസൈസ് ഒന്നും കൊടുക്കുന്നില്ല. ഈ ചെറിയ അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ വെയിനുകൾ പല ചെറിയ വെയിനുകൾ കാണാം. നോക്കാം നമുക്ക്. നാക്കിനെ ഇതാണ് പുറത്തോട്ടാക്കിയിട്ട് വളയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ എരിവ് സൗണ്ട് കൊടുക്കുക. കണ്ടോ ഈ വെയിനുകളെല്ലാം വന്നത് കണ്ടോ? വെയിലുകളെല്ലാം വന്നത് കണ്ടോ? അങ്ങനെ ഉണ്ടോ? ഇവിടെ അത് വിട്ട് കഴിയുമ്പോൾ ഭയങ്കര ഒരു കൂളിംഗ് അല്ലേ കിട്ടുന്നത് നമുക്ക്. ഉണ്ടോ? ഒന്നുകൂടെ ചെയ്യാം നമുക്ക്. ഈ ഭാഗം നിങ്ങൾ കണ്ടോ? ഇങ്ങനെ വെയിനുകളെല്ലാം ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നത്. അപ്പം ഒന്നുകൂടെ ചെയ്യാം നമുക്കത്. എത്രയും നേരം ഇങ്ങനെ എരിവ് ഇങ്ങനെ നമ്മൾ ഈ നമ്മൾ കടിക്കുമ്പോൾ എരിവ് കിട്ടത്തില്ലേ, ഇങ്ങനെ ആക്കത്തില്ല. അന്നേരം നമ്മുടെ ഇവിടെ അതേപോലെയാണ്. അപ്പോൾ അത് നമ്മുടെ നാക്കിനൂടെ നല്ലൊരു കൂളിങ്ങാണ് കിട്ടുന്നത്, വായിക്ക് നല്ല കൂളിങ്ങാണ്. അപ്പം അങ്ങനെയാണ് നാക്ക് പുറത്തോട്ടിടുക, എന്നിട്ട് അകത്തോട്ട് വളയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ എരിവ് ഊറുക.
മനസ്സിലായല്ലോ. പിന്നെ ഒരു മൂന്നാമത്തെ യോഗ, തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ പല്ലുകളെ കൂട്ടിപ്പിടിക്കുക. എൻ്റെ പല്ല് ഇവിടെ പോയിട്ടുണ്ട്, പല്ല് പകുതി അവിടെ ഇരിപ്പുണ്ട്, എടുക്കാൻ വയ്യ. എനിക്ക് ഭയങ്കര പേടിയാണ് പല്ലെടുക്കുന്നത്, ഭയങ്കര എത്ര മരവിച്ചാലും മരവിക്കത്തില്ല, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പേടിയാണ്. പകുതി പല്ല് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനതൊന്നും കെയർ ചെയ്യുന്നില്ല. നമ്മളൊരു 40 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ പല്ല് പോവുകയും തലമുടി നരയ്ക്കുകയൊക്കെ ചെയ്യുക. അത് നാച്ചുറൽ, അതിൻ്റെ വഴിക്ക് വിടുക. അതിലുള്ള ബാക്കിയുള്ള സൗന്ദര്യം നമുക്ക് മതി. പിന്നെ ചിലപ്പോൾ കാണാം എന്താ കളർ മൈലാഞ്ചി അരച്ച് പുരട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പല്ല് പോയെന്നും പറഞ്ഞ് എന്നെ ആരും കളിയാക്കണ്ട കേട്ടോ. അപ്പോൾ എനിക്കത് വെക്കാൻ പറ്റൂല, പകുതി പല്ല് അവിടെ ഇരിപ്പുണ്ട്, എനിക്കത് എടുക്കാൻ പേടിയുമാണ്. അപ്പോൾ നമുക്ക് അടുത്ത യോഗ എന്ന് പറയുന്നത്, പേശി യോഗ എന്ന് പറയുന്നത്, ഈ പല്ലിനെ എല്ലാം കൂട്ടിപ്പിടിക്കുക കേട്ടോ. ഇങ്ങനെ എൻ്റെ പല്ലെല്ലാം പല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞാൽ കേൾക്കാതായിരിക്കുന്നത്. അപ്പം ഈ പല്ലുകളെ ഇങ്ങനെ കടിച്ച് പിടിക്കുക. ഇങ്ങനെ കടിച്ചിട്ട് പിടിച്ചിട്ട് അവിടെ ഒരു എരിവ് പോലുള്ളൊരു ഫീലിങ്സ് ഉണ്ടാക്കുക. എന്ന് പറയുന്ന ഒരു സൗണ്ട്, എന്ന് പറയുന്ന അക്ഷരം ഉച്ചരിക്കുക. അപ്പോൾ നമുക്ക് ഭയങ്കര കൂളിംഗ് എഫക്റ്റാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഫേസിന് നല്ല സൗന്ദര്യം, നല്ല ബ്ലഡ്, ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ചെറിയ ബ്ലഡ് വെസൽസുകൾക്കൊക്കെ മൂവ്മെൻ്റ് ഉണ്ടായി നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അന്നേരം മൂന്നാമത്തെ യോഗ എന്ന് വെച്ചാൽ ഏതാണ്, പല്ല് കൂട്ടി പിടിച്ചിട്ട് എന്ന് പറയുന്ന അക്ഷരം ഉച്ചരിക്കുക, അത് സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ നമുക്കിവിടെ എല്ലാം കൂളിംഗ് എഫക്റ്റ് വരും. എന്നിട്ട് ഈ താടി ഇങ്ങനെ താഴോട്ട് വരും. താടിയൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. അന്നേരം വണ്ട് മൂളത്തില്ലേ, ആദ്യം വലിയ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പതുക്കെ ഇങ്ങനെ, അതുപോലെ. അപ്പം പറ്റുമെങ്കിൽ ഈ നാക്ക് മേളത്തെ അണ്ണാക്കിനോട് പിന്നെ മേപ്പോട്ട് വെക്കുന്നത് ഏറ്റവും നല്ലതാണ്, പറ്റുന്നവർക്ക്. അല്ലാത്തവർക്ക് അല്ലാതെ ചെയ്യാം, പ്രാക്ടീസ് ചെയ്യുക. പറ്റുന്നവർക്ക് മേളത്തെ അണ്ണാക്കിനോട് നാക്ക് നീട്ടി പിന്നെ വളച്ച് നാക്ക് മേളത്തെ അണ്ണാക്കിൽ തൊടുന്നത് നല്ല ഒരു എഫക്റ്റാണ്. അന്നേരം ഒന്നുകൂടെ ചെയ്യാം. അപ്പം നാക്ക് മേപ്പോട്ട് വരുമ്പോൾ ഇന്നാണ് വരുന്നത് കേട്ടോ. നാക്ക് മേളിലില്ല എങ്കിൽ ഈന്നും വരും. നാക്ക് മേപ്പോട്ട് വരുമ്പോൾ നമ്മൾ ആ ഉച്ചാരം മാറുന്ന ഇന്നാണ് വരുന്നത്. നമ്മുടെ ഇവിടെ എല്ലാം വലിയുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ നാക്ക് മേപ്പോട്ടാക്കിയില്ല എങ്കിൽ എന്താണ്, എന്നുള്ള സൗണ്ടാണ് വരുന്നത് കേട്ടോ. നാക്ക് വെറുതെ ഇങ്ങനെ വായു വെച്ചേക്കൊന്നെങ്കിൽ പല്ല് നന്നായിട്ട് കൂട്ടിപ്പിടിക്കുക. ഒരേപോലുള്ള പല്ലുകളാണ് എൻ്റെ, ആണെങ്കിൽ ഈ താഴത്തെ പല്ലുകൾക്കൊന്നും നിരകളെല്ലാം വേറെ ഒരേപോലുള്ള പല്ലുകളാണെങ്കിൽ എന്താണ്, അത് ശരിക്കും ഒരുപോലെ വരും. എന്നിട്ട് ആ പല്ലുകളെല്ലാം ഒരേ രീതിയിൽ കൂട്ടിപ്പിടിച്ചിട്ട് എത്രയും ശ്വാസം എടുത്ത് ചെയ്യാമോ അത്രയും ശ്വാസം എടുത്ത് ചെയ്തിട്ട് പതുക്കെ റിലീഫ് ചെയ്യുക കേട്ടോ. റിലീസാക്കി വിടുക. പെട്ടെന്ന് വിടല്ലേ കേട്ടോ, ഞാൻ പെട്ടെന്ന് അങ്ങ് വിട്ടു കേട്ടോ. ഒന്നുകൂടെ ചെയ്യാം നമുക്ക്. ഒരു 5-10 വട്ടം പ്രാക്ടീസ് ഉള്ളവർക്ക് ഒരു 10 വട്ടം ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾക്ക് ഇവിടെയൊക്കെ ഒരു കഴപ്പും വേദനയൊക്കെ വരും, അത് ഏറ്റവും നല്ലതാണ്. എന്നിട്ട് നമ്മുടെ താടി ഇങ്ങനെ ഒന്ന് പിടിച്ച് ഇങ്ങനെ ഒന്നാക്കിയാൽ ഏറ്റവും നല്ലതാണ്. ഉണ്ട് താടി ഇങ്ങനെ ചിഹ്നമെല്ലാം ഇങ്ങനെ ഒത്തിരി വീർത്തിരിക്കുന്നവർക്ക് നല്ലൊരു എക്സർസൈസാണ് കേട്ടോ. അപ്പം ഇന്ന് ഇത്രയും മതി. എല്ലാവരും ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണേ. ഞാൻ യോഗയുടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിട്ടുള്ളവർ ഒരു തമ്പ് ഇങ്ങനൊരു
ഇട്ടേക്കണം, അല്ലെ ഒരു ലവ് ചിഹ്നം ഇട്ടാലും മതി. ചെയ്തിട്ടുള്ളവർ ചുമ്മാ നോക്കിയിട്ട് ഇടുകയല്ല, ചെയ്തിട്ടുള്ളത്. ഇത് ഈ ചെയ്ത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ചെയ്തിട്ടുള്ളവർ ഒരു ലവ് ചിഹ്നം, ഒരു തം ചിഹ്നം ചെയ്താൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എൻ്റെ കൂടെ നിങ്ങളും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള. ഇനി ആർക്കെങ്കിലും ഞാൻ ചെയ്യുന്ന സമയത്ത് ലൈവിൽ വരണമെങ്കിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ വിളിക്കാം. നിങ്ങളുടെ ടൈം പറഞ്ഞാൽ ഞാൻ ആ ടൈമിൽ വന്ന് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ഓക്കെ, ബി ഹാപ്പി. താങ്ക് യു എവരിവൺ.